കൈ കാണിക്ക്, ബാഗ് ഇട്. മോളെ വെള്ളം. ഞാൻ തിരിച്ചു വരുമ്പോ എന്തെങ്കിലും വാങ്ങിക്കണോ ബാനുമ്മേ? ഇപ്പൊ ഒന്നും വേണ്ടനോ, അത്യാവശ്യത്തിന് വേണ്ടതല്ല ഇവിടെ ഉണ്ട്. അച്ഛൻ കുളിച്ചു വന്നാലേ ബാനുമ്മ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണേ. അതിനുശേഷം മരുന്ന് കൊടുക്കാനുള്ളതാ, അത് ഞാൻ വന്നിട്ട് കൊടുത്തോളാം. ശരി മോളെ, ഞാനേ മാഷിനോട് കഴിക്കാൻ പറയാം. ചിലപ്പോ മോള് വന്നിട്ടേ അദ്ദേഹം കഴിക്കൂ. ശരി, ഞാനെന്തായാലേ മോനെ ഓട്ടോയിൽ കൊണ്ടുവിട്ടിട്ട് ആ വണ്ടിയിൽ തന്നെ തിരിച്ചു വരാം. പോവാം. ടാറ്റ കൊടുക്ക. രഘു വന്നല്ലോ, ഇനി വിച്ചോടനെ അവൻ കൊണ്ടുവിട്ടോളൂ. അയ്യോ, ഇതെന്താ രഘുവേട്ടാ? അമ്പിളി ചേച്ചിക്ക് നല്ല റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞല്ലേ? അതിന് ഡോക്ടർ മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവളും കൂടി തയ്യാറാവണ്ടേ? അച്ഛൻ വീട്ടിൽ വന്നിട്ട് ഞാനൊന്ന് കണ്ടില്ലല്ലോ അനു. പിന്നെ അച്ഛൻ്റെ അടുത്ത് കുറച്ചു നേരം ഇരിക്കുന്നത് എനിക്ക് ഏറ്റവും വലിയ റെസ്റ്റ്. അത് ശരിയാ, ഗർഭിണികൾക്ക് ശരീരത്തിന് വിശ്രമം കിട്ടിയാൽ മാത്രം പോരാ, മനസ്സിനും സുഖം വേണം. നീ ഇങ്ങ് പോകുന്നത് നന്നായി മോളെ. പിന്നെ ഞാൻ അമ്മാവനെ കണ്ടിട്ട് അങ്ങ് ഇറങ്ങും. മക്കളെ നഴ്സറി വിടണ്ടേ? അച്ഛൻ കുളിക്കാ രഘുവേട്ടാ, തിരക്ക് കൂട്ടണ്ട. ഞാനെന്തായാലും വിച്ചോട്ടിനെ കൊണ്ടാക്കാൻ ഇറങ്ങിയതാ. ഞാൻ പോയിട്ട് വരാം. രഘുവേട്ടൻ അച്ഛനെ കണ്ടിട്ട് പതുക്കെ പോയാ മതി. അയ്യോ, അത് പറ്റില്ല. 10 മണിക്ക് മീറ്റിംഗ് ഉണ്ട്. പിന്നെ വൈകരുതെന്ന് ദാസങ്ങൾ പ്രത്യേകം പറഞ്ഞതാ. രഘുവേട്ടൻ മക്കളെയും കൊണ്ട് പോയിക്കോട്ടെ അനു. മീറ്റിംഗ് കഴിഞ്ഞു വന്ന രഘുവേട്ടൻ എത്ര സമയം വേണമെങ്കിലും അച്ഛൻ്റെ അടുത്ത് ഇരിക്കാലോ. എന്നാ ശരി, രഘുവേട്ടനെ ഇവരെ കൊണ്ട് പോയിക്കോ. വിച്ചുട്ടാ, വലിച്ചു നിങ്ങളെ കൊണ്ടുവിടുവേ. അപ്പൊ ശരി, നമുക്ക് പാട്ട് കേട്ട് പോവാട്ടോ. വിച്ചുമോനെ ടാറ്റ കൊടുത്തേ. വെച്ചു അയ്യോ, എന്തോ കരിഞ്ഞു മണക്കുന്നുണ്ടല്ലോ. അയ്യോ, അടുപ്പത്ത് വല്ലതും വെച്ചായിരുന്നോ എന്റെ ദൈവമേ? ഞാനൊന്ന് പോയി നോക്കട്ടെ. അമ്പളി കേറിയിരിക്കേ. പാവം, വയസ്സാങ്കാലത്ത് നമുക്ക് വേണ്ടി വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ ഭാനുമ്മ? ഭാനുമ്മ ഇപ്പോഴും ഓടി നടക്കുന്ന അതുകൊണ്ടാ ചേച്ചി. അല്ല, രഘുവേട്ടൻ ഇപ്പൊ എന്ത് പറയുന്നു? ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നോ? അതൊക്കെ ഇന്നലെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ വന്നു. ഇപ്പോഴേ ഒരു മോൻ കൂടി ജനിക്കാൻ പോകുന്നതിന്റെ ത്രില്ലിലാ പുള്ളിക്കാരൻ. ആഹാ, അത് ശരി. അപ്പൊ അടുത്തത് മോനാന്ന് നിങ്ങളങ്ങ് ഉറപ്പിച്ചല്ലേ? വാ. അച്ഛാ, അമ്പിളി വന്നോ? എവിടെ മോളെ ലച്ചുമോളും രഘു? രഘുവേട്ടൻ കുറച്ച് തിരക്കില്ല അച്ഛാ. ഒരു മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ് അച്ഛനെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരും. അച്ഛാ, ലച്ചുമോളെ രഘുവേട്ടൻ നഴ്സറിയിലാക്കിയിട്ടേ പോവുള്ളൂ. അതുകൊണ്ട് വിച്ചുമോനെ ഞാൻ പറഞ്ഞയച്ചു. അതെന്തായാലും നന്നായി മോളെ. അമ്പിളി വാ, മോളിരിക്കെ. മോളെ, നീ ഇനി ഈ യാത്രയൊക്കെ ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം. എപ്പോഴും എപ്പോഴും ഇങ്ങോട്ട് ഓടി വരുമൊന്നും വേണ്ട. അയ്യോ, അപ്പൊ എനിക്ക് അച്ഛനെ കാണണ്ടേ? അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടല്ല ഇങ്ങോട്ടേക്ക് വരുന്നത്. മോളെ, മോൾ ഇപ്പൊ വന്നതിനെ കുറിച്ചല്ല അച്ഛൻ പറഞ്ഞത്, ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാ. അപ്പോ എനിക്ക് അച്ഛനെ കാണണമെന്ന് തോന്നിയാ അച്ഛൻ ഞങ്ങളെ കാണാൻ അങ്ങോട്ട് വരുമോ? പിന്നെന്താ, വരാലോ. ഇനി അച്ഛൻ അതൊക്കെയല്ലേ ഉള്ളൂ. മക്കളെ കാണുക, അവരുടെ സുഖവിവരങ്ങളൊക്കെ അറിയുക, അവരുടെ സന്തോഷങ്ങളിലും വിഷമങ്ങളിലും പങ്കുചേരുക, ഇതൊക്കെ ഉള്ളൂ. 5 മക്കളെയും ഇനി ഒരുമിച്ച് എപ്പോഴാ ഒന്ന് കാണാൻ പറ്റുക? ആ ഒരു സങ്കടം മാത്രമേ ഇപ്പൊ അച്ഛനുള്ളൂ. നിങ്ങൾ 2 പേരും ഒഴികെ ബാക്കിയുള്ള എല്ലാവരും ഇപ്പോ
പല വഴിക്കല്ലേ.